ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മളൊരു അടിപൊളി മുത്തശ്ശി കഥ കേൾക്കാൻ പോവാണ്. ഒരു മായാജാല കഥ. പണ്ട് കഥ പുസ്തകങ്ങളുണ്ടല്ലോ, അതിൽ വായിച്ചതുപോലെയുള്ള ഒരു മായാജാല കഥ. ഈ കഥ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, ത്രില്ലടിക്കേണ്ട, ആകാംക്ഷയുടെ മുൾമുനിൽ നിൽക്കേണ്ട, വളരെ റിലാക്സ് ആയിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു മാജിക്കൽ സ്റ്റോറി. ശരിക്കും കഥകളുടെ മായാ ലോകത്തിലേക്ക് പോകാന്ന് പറയുന്നില്ലേ, ഇത് തന്നെയാണ് കഥകളുടെ ആ മായാ ലോകം. എന്നാൽ പിന്നെ പോവല്ലേ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു ചെറിയ കഥ പറയുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഭൂമിയിൽ മനുഷ്യര് മാത്രമായിരുന്നില്ല. അന്ന് മനുഷ്യരുടെ കൂടെ പലതരം ജീവികളുണ്ടായിരുന്നു. നമ്മൾ ഈ കഥയിലെല്ലാം കേൾക്കുന്ന വെയർവോൾഫ്, മന്ത്രവാദികള്, ചാത്തൻ, മാടൻ, മറുത, വാമ്പയർ, ഫെയരീസ്, മായക്കണ്ണന്മാര്, സോംബീസ്, അങ്ങനെ പറഞ്ഞ പലതരം കഥകളിൽ മാത്രം കേട്ടിരുന്ന ഒരുപാടധികം ജന്തുക്കൾ. മനുഷ്യർക്ക് എല്ലാവർക്കും ഇതിന് ഭയങ്കര പേടിയായിരുന്നു. കാരണം അവറ്റകൾ മനുഷ്യരെ ഉപദ്രവിക്കും. എന്നാൽ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോ അവറ്റകൾക്ക് തന്നെ തോന്നി ഒരിച്ചിരി സമാധാനം നമ്മൾക്കിടയിൽ കൊണ്ടുവരണമെന്ന്. സാധാരണ മനുഷ്യരെ പോലെ അവർക്കും ജീവിക്കണം എന്ന് തോന്നുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ അവരുടെ ആ ഒരു മൃഗീയമായ സ്വഭാവം അവർ മാറ്റുന്നുണ്ട്. അവർ മനുഷ്യരുടെ കോലത്തിലേക്ക് വരെ മാറുകയാണ്. അതിനായിട്ട് ഒരു മാജിക് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് മനുഷ്യരെ പോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളൊക്കെ ആയി മനുഷ്യരെ പോലെ ആയിട്ട് അവർ ഈ ഭൂമിയുടെ പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കോ പട്ടണങ്ങളിലേക്കോ പോകണമെങ്കിൽ ചില കാടുകളും മാജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും താണ്ടി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അത്ര എളുപ്പത്തിലൊന്നും അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ ആ ഒരു കഥ കഴിഞ്ഞു, റിയൽ ടൈമിലേക്ക് വരികയാണ്. ഒരു കാട്ടിലൂടെ ഇപ്പൊ ഒരു കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാറിലാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള വ്ലാഡും അവന്റെ അച്ഛനായിട്ടുള്ള ബെർണാസും ഉള്ളത്. ഇവര് രണ്ടുപേരും കാടിനുള്ളിലെ ആ മാജിക്കൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ബെർണാസ് ആളൊരു വാമ്പയർ ആണ്. അപ്പൊ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള സ്കൂളുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പൊ വ്ലാഡിനെ കൊണ്ടുപോകുന്നത്. എന്നാലേ അവരുടെ ഉള്ളിൽ ആ ഒരു കഴിവിനെ എല്ലാം പുറത്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഈ വ്ലാഡിന്റെ കഴുത്തിൽ ഒരു പ്രത്യേകതരം മാജിക് ക്രിസ്റ്റൽ ഉണ്ട്. ചുവന്ന നിറമാണ് ഇതിന്. അവന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അവൻ എപ്പോഴും അത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കും കേട്ടോ. ഇപ്പൊ ആ ഒരു കാട്ടിലൂടെ ഇവരുടെ ആ ഒരു കാർ അങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ആ ഒരു വഴി തീർന്നു. അവരുടെ ആ ഒരു കാറ് ഒരു പാലത്തിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. അതായത് ആ പാലത്തിന് ശേഷം വേറെ വഴിയൊന്നുമില്ല. ഇത് കണ്ട് ആകെ ടെൻഷനായിട്ട് വ്ലാഡ് അച്ഛനോട് ചോദിക്കണം, അല്ല ഇനി നമ്മൾ എങ്ങനെ പോകും, വഴിയൊന്നുമില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ ബെർണാസ് പറയണം, മോനെ ടെൻഷൻ അടിക്കല്ലേ, ഒന്ന് കാത്തു നിൽക്കുക. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വൃദ്ധനായിട്ടുള്ള ഒരാൾ വരികയാണ്. ഇയാൾ വന്ന പാട് തന്നെ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, എന്തിനിങ്ങോട്ടേക്ക് വന്നത്, ഈ കാട്ടിൽ എന്താ നിങ്ങൾക്ക് കാര്യം. ആ വൃദ്ധന്റെ സംസാരവും അയാളുടെ ആ ഒരു രൂപം ഇതെല്ലാം കണ്ട സമയത്ത് വ്ലാഡിന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. ഇതേ സമയത്തിന് വ്ലാഡിന്റെ അച്ഛൻ ബെർണാസ് പറയാണ്, എന്റെ മോനെ ആ ഒരു മാജിക്കൽ സ്കൂൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇതേ നേരം വൃദ്ധൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം തുറന്നു നോക്കുകയാണ്. അപ്പൊ ആ പുസ്തകത്തിൽ വ്ലാഡിന്റെ മുഖം തെളിഞ്ഞു വരുന്നതായിട്ട് ഈ കാവൽക്കാരൻ കാണുകയാണ്. പിന്നീട് വ്ലാഡിനെ നോക്കിയിട്ട് ആ കാവൽക്കാരൻ പറയുന്നുണ്ട്, നീ വെറുതെ ഒന്നുമല്ല ഇങ്ങോട്ടേക്ക് വന്നത്, നിന്റെ വരവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നിന്നെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വരാനിരിക്കുന്ന എന്തോ വലിയൊരു ആപത്തിനെ നീയാണ് തടുക്കാൻ പോകുന്നത്. അതായത് ആ കാവൽക്കാരന്റെ സംസാരം കേട്ടാൽ മനസ്സിലാവും നമ്മുടെ വ്ലാഡ് ഒരു പ്രവാചകനെ പോലെയാണ്, എന്തോ ഒരു കാര്യം നിറവേറ്റാൻ വന്ന ഒരു പ്രവാചകനെ പോലെ. മാത്രമല്ല, ഈ കാവൽക്കാരൻ പറയുന്നുണ്ട്, നീ എന്തിനാണോ ഇങ്ങോട്ടേക്ക് എത്തിയത് അത് തീർക്കാതെ നിനക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. പെട്ടെന്ന് അവിടുന്ന് ഒരു വഴി രൂപപ്പെടുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് വ്ലാഡ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ ബെർണാസ് കാറുമായിട്ട് ആ വഴിയിലൂടെ കാടിന്റെ ഉള്ളിലേക്ക് പോവാണ്. അവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോ ഇത്രയും നേരം അവരോട് സംസാരിച്ച ആ വൃദ്ധനുണ്ടല്ലോ, അയാൾ കാറ്റോട് കാറ്റായിട്ട് അവിടെ അലിഞ്ഞില്ലാതാവുകയാണ്. ഇതേ നേരം കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ബെർണാസും വ്ലാഡും ആ കാട് താണ്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ഒരു നഗരം തന്നെയായിരുന്നു അത്. അവിടെ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കാണുന്നതൊന്നും മനുഷ്യന്മാരല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാടൻ, മറുത, യക്ഷികള്, മന്ത്രവാദികള്, വാമ്പേഴ്സ്, വെയർവൂൾഫ്, അങ്ങനെയുള്ള ഓരോന്നും മനുഷ്യരൂപത്തിൽ വന്ന് ഇവിടെ താമസിക്കുന്നു എന്ന് മാത്രം. എന്നാൽ കുറെ വർഷമായിട്ട് ഇവർ ഈ രൂപത്തിൽ തന്നെയാണ്. ഇവരുടെ ഇടയിൽ ഒരു സമാധാനമുണ്ട്. ഇങ്ങനെ ആ ഒരു ടൗണിലൂടെ പോകുന്ന സമയത്ത് വ്ലാഡിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ മാലയിലെ കല്ലുണ്ടല്ലോ, അതൊന്ന് തിളങ്ങുകയാണ്. അതേ നേരം ഇവരുടെ കാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സൈക്കിൾ ഒരാൾ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ സൈക്കിള്, അതായത് അതൊരു മോഡേൺ സൈക്കിൾ ആയിരുന്നു, അതൊരു പഴയ കാലത്തെ സൈക്കിളായിട്ട് മാറുകയാണ്. ഇയാൾ അപ്പം തന്നെ അവിടെ തലയും കുത്തി വീഴുന്നുണ്ട്. ബെർണാസ് വേഗം തന്നെ വണ്ടി അവിടെ നിർത്തുകയാണ്. ഇനി ഇയാളുടെ കാറ് തട്ടിയാണോ അയാൾ വീണെന്ന് കരുതിയിട്ട് എന്തായാലും വ്ലാഡും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ നേരം തന്നെ ഇവിടെ ഒരു അപകടം നടന്നതുകൊണ്ട് ചെറിയൊരു പോലീസുകാരനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ പോലീസുകാരൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതേ സമയം തന്നെ വ്ലാഡിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ കല്ല് വീണ്ടും തിളങ്ങുകയാണ്. അപ്പൊ തന്നെ പോലീസുകാരന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി ഉണ്ടല്ലോ, അത് പഴയ കാലത്തെ രാജഭടന്മാരുണ്ടല്ലോ അവരുടെ തൊപ്പി പോലായി മാറുകയാണ്. ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബെർണാസിന്റെ കാറ് തട്ടിയൊന്നുമല്ല സൈക്കിളിൽ വന്ന ആള് വീണത്. അയാളുടെ സൈക്കിളിന് പെട്ടെന്ന് എന്തോന്ന് സംഭവിച്ചതാണ്. അവിടുത്തെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തീർത്ത് പിന്നീട് വ്ലാഡും ബെർണാസും കൂടെ ഒരു പഴയ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത് അവന്റെ അമ്മയുടെ ബിൽഡിംഗ് ആയിരുന്നു. എന്നാൽ കുറെ വർഷമായിട്ട് അമ്മ മരിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല, ഇത് ആരും ഉപയോഗിക്കുന്നുമില്ലായിരുന്നു. അങ്ങനെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഇവർ കയറി പോകുന്നുണ്ട്. ഫുള്ളായിട്ട് അലങ്കോലമായി കിടക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു യാത്രയിൽ വ്ലാഡിനോട് അവന്റെ അച്ഛൻ ബെർണാസ് നമ്മൾ ആരാണെന്നും നമ്മുടെ പവർ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവനൊരു വാമ്പയർ ആണ്. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്ക് ഇവർ കയറിയ സമയത്ത് പെട്ടെന്നൊരു രൂപത്തിനെ
കണ്ട് വ്ലാഡിന്റെ അച്ഛൻ ബെർണാസ് ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. ആ പേടിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ആ ഓടുന്നതിന്റെ വേഗത നിങ്ങളൊന്ന് നോക്കിയേ, കാറ്റിന്റെ വേഗതയിലാണ് അയാൾ ഓടുന്നത്. വാമ്പേഴ്സിന്റെ ശക്തിയാണത്. എന്തായാലും അവിടെ മറിഞ്ഞിരുന്ന ആളോട് ഈ ബെർണാസ് നിങ്ങൾ ആരാ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ആ ആള് പറയാണ്, ദാ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ ബില്ലുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ കെട്ടേണ്ട ടാക്സ് ആണ്. ഒരുപാട് നാളായിട്ട് ഈ ബിൽഡിങ്ങിന്റെ ടാക്സും ബാക്കിയുള്ള കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഇതൊന്നും അടച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു ബില്ല് നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് ബെർണാസ് പറയാണ്, അയ്യോ ഇത്രയും വലിയ എമൗണ്ട് അതൊന്നും എന്നെ കൊണ്ട് അടക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇളവ് ചെയ്യണം എന്ന് പറയാണ്. ഇതേ സമയത്തിന് ആ വന്ന ആള് പറയാണ്, ഒരു കാര്യം ചെയ്യും, നാളെ എന്തായാലും മേയറിന്റെ ഓഫീസിലേക്ക് വാന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി വ്ലാഡും അങ്ങനെയും കൂട്ടി നേരെ സ്കൂളിലേക്ക് പോവാണ്. ഇന്ന് സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ്. സ്കൂളിൽ എത്തിയ സമയത്ത് വ്ലാഡിനോട് ബെർണാസ് പറയണം, മോൻ കുറച്ചു നേരം ഇവിടെ നിൽക്ക്, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം. ഇത് പറഞ്ഞ് ബെർണാസ് നേരെ പോകുന്നത് മേയറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വ്ലാഡ് നേരെ സ്കൂളിലേക്കും പോവുകയാണ്. സ്കൂളിൽ എത്തിയപ്പോൾ ഒരു ചെറിയ പയ്യൻ, അവന്റെ പേര് വോൾഫി എന്നാണ് കേട്ടോ, ഒരു 2-3 സീനിയർ പയ്യന്മാർ കൂടിയിട്ട് അവനെ റാഗ് ചെയ്യാണ്. അവനാകെ പേടിച്ച് ഓടി വന്ന് തട്ടുന്നത് നമ്മുടെ വ്ലാഡിന്റെ മേത്താണ്. വോൾഫിയെ കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം പയ്യനാണ്, കണ്ണാടിയെല്ലാം വെച്ച് ഒരു സാധു പയ്യൻ. ഇപ്പൊ അവര് സീനിയേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് വീണ്ടും അവനെ റാഗ് ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് 3 പെൺകുട്ടികൾ വരികയാണ്. അതിൽ അവർ നടുക്ക് നിൽക്കുന്ന മെലിഞ്ഞ പെൺകുട്ടിയെ കണ്ടു. അവളുടെ പേരാണ് ജൊഹാൻ. ഇപ്പൊ ജൊഹാനാണ് റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പിള്ളേരെ അവിടെ നിന്ന് ഓടിപ്പിച്ച് വോൾഫിയെ രക്ഷപ്പെടുത്തുന്നത്. മാത്രമല്ല പിന്നീട് നമ്മുടെ വ്ലാഡും അതുപോലെ വോൾഫിയും ചെറിയ സുഹൃത്തുക്കളാകുവാണ്. അതുകൊണ്ട് തന്നെ വോൾഫിയുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് വ്ലാഡിനെ കൊണ്ടുപോവാണ്. വോൾഫിയുടെ പാരന്റ്സ് ശരിക്കും വെയർവൂൾഫുകളാണ് കേട്ടോ, അതായത് വോൾഫിയും ഒരു വെയർവൂൾഫാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന വ്ലാഡിനെ അവർ നന്നായിട്ടൊന്നിങ്ങനെ മണത്തു നോക്കുകയാണ്. ഇതിനുശേഷം മേയറുടെ ഓഫീസിലാണ് കാണിക്കുന്നത്. അവിടെ തന്നെ മേയറുടെ സെക്രട്ടറി ആയിട്ടുള്ള ജൂലിയ ഉണ്ട്. അപ്പൊ ജൂലിയുടെ അടുത്തേക്ക് ആ ഒരു ബില്ലെല്ലാം കൊണ്ടുവന്നിട്ട് ബെർണാസ് പറയാണ്, ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും എന്നെ കൊണ്ട് കെട്ടാൻ കഴിയില്ല, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇളവ് ചെയ്തു തരണം എന്ന് പറയണം. ഇപ്പൊ ജൂലിയ പറയണം, ഓഹോ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട, ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറയണം. എന്നാൽ ഇത് കേട്ട പാടിനെ ബെർണാസ് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പൊ എന്റെ മോന്റെ പഠിത്തത്തിന്റെ കാര്യവും ഞാൻ എന്താ ചെയ്യുക? ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മേയർ ആയിട്ടുള്ള ലൂയിസ് സിഫർ വരുന്നത്. കണ്ട പാടിനെ വളരെ മാന്യമായിട്ടാണ് ബെർണാസിനോട് സംസാരിക്കുന്നത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. അല്ല, നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചുവന്ന കല്ലുണ്ടായിരുന്നില്ലേ, അതായത് അവരുടെ കുടുംബത്തിന്റെ അടയാളമായ ആ ഒരു കല്ല്, എനിക്ക് നിങ്ങളുടെ ഭാര്യയെ നേരത്തെ അറിയാം കേട്ടോ, അവരിപ്പോ എവിടെയാ, ആ കല്ലിപ്പോ എവിടെയുള്ളത്? ഇപ്പൊ ബെർണാസ് പറയണ എന്റെ ഭാര്യ അവര് മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു കല്ലിന്റെ മാല, അത് എന്റെ മകനായിട്ടുള്ള വ്ലാഡിന്റെ കഴുത്തിലാണ്, അത് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അവൻ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഈ ലൂയിസിഫർ പറയാണ്, ഓക്കെ ശരി, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കാശില്ലാന്നല്ലേ പറഞ്ഞേ, നിങ്ങൾ ആ ഒരു കല്ല് എനിക്ക് തരികയാണെങ്കിൽ നല്ലൊരു തുക ഞാൻ നിനക്ക് അങ്ങോട്ടേക്ക് തരാം. അപ്പൊ ആ ഒരു കാശും വെച്ച് നിങ്ങളുടെ ഇവിടുത്തെ കടങ്ങളെല്ലാം വീട്ടുകയും ചെയ്യാം, മകന്റെ പഠിപ്പ് നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റും. എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്തിന് ബെർണാസ് പറയണ ഒരിക്കലുമില്ല, അതിന് പറ്റില്ല, കാരണം എന്റെ മകന് അവന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ആകെയുള്ളത് ആ ഒരു കല്ല് മാത്രമാണ്, ഞാൻ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബെർണാസ് ഇപ്പൊ അവിടുന്ന് പോവാണ്. എന്നാൽ ബെർണാസ് പോവാൻ നിന്നപ്പോ പെട്ടെന്ന് ഈ ലൂയിസിന്റെ സംസാരത്തിലേക്ക് ഒരു മാറ്റം, കുറച്ച് കടുപ്പത്തിൽ സംസാരിക്കുകയാണ്. നിനക്ക് 2 ദിവസം സമയമുണ്ട്, 2 ദിവസത്തിനുള്ളിൽ നിനക്ക് വേണമെങ്കിൽ ആ കല്ല് എനിക്ക് വിൽക്കാം. 2 ദിവസം കഴിഞ്ഞാൽ സൂര്യഗ്രഹണമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഒരു കല്ലും വേണ്ട, നിനക്ക് ഇവിടെ നിൽക്കാനും പറ്റില്ല. പാവം ബെർണാസ് അത് കേട്ട് തലയും താഴ്ത്തി അവിടുന്ന് പോവല്ലാതെ വേറൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിനുശേഷം സ്കൂളിൽ കാണിക്കുകയാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന എല്ലാ പിള്ളേരും അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അവരുടെ ഹെഡ് മിസ്റ്റേഴ്സ് നമുക്ക് HM എന്ന് ഷോർട്ടാക്കി വിളിക്കാം. ഇപ്പൊ HM വന്നിട്ട് പുതുതായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വന്ന എല്ലാ പിള്ളേരെയും വെൽക്കം ചെയ്യാണ്. എന്നാൽ ആ ഒരു പരിപാടിയിൽ നമ്മുടെ വ്ലാഡ് ഇല്ലായിരുന്നു. അവന്റെ അച്ഛൻ വരുന്നതും കാത്ത് ക്ലാസ് റൂമിന്റെ പുറത്തായിരുന്നു അവൻ നിന്നത്. ഇതേ നേരം അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ വ്ലാഡ് പറയണ എന്റെ അച്ഛൻ വന്നിട്ടില്ല, അച്ഛനെ കാത്ത് നിൽക്കുകയാണ്. എന്നാൽ ആ ഒരു ക്ലീനർ പറയണ അച്ഛനൊക്കെ വന്നോളും, എന്തായാലും പ്രോഗ്രാം നീ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഇതും പറഞ്ഞ് അവന് ഉള്ളിലേക്ക് പറഞ്ഞേക്കാണ്. ഉള്ളിലേക്ക് വന്നപാട് വ്ലാഡ് വേഗം പോയിരിക്കുന്നത് നമ്മുടെ വോൾഫി ഉണ്ടല്ലോ അവന്റെ അരികിലാണ് കേട്ടോ. ഇതേ നേരം തന്നെ HM സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നീട് അവരുടെ മുന്നിൽ വെച്ച് ഒരു മാജിക് കാണിക്കുകയാണ്. അവരുടെ ആ ഒരു ഷാള് കുടഞ്ഞ സമയത്ത് വളരെ തിളക്കമുള്ള എന്തൊക്കെയോ അതിലൂടെ അങ്ങനെ പാറി നടക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ഒരു മാജിക് ബുക്ക് ഉണ്ട്. ആ ബുക്ക് നോക്കി വായിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് വ്ലാഡിന്റെ അച്ഛനായിട്ടുള്ള ബെർണാസ് എത്തുന്നത് കേട്ടോ. മകൻ ഇരിക്കുന്നത് കണ്ട് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. എന്തായാലും ബെർണാസും അവിടെ പോയിട്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ HM ഒരു മാന്ത്രിക ബുക്ക് എടുത്തുകൊണ്ട് എന്തൊക്കെയോ ചില മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നില്ലേ, അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ഉണ്ടായിരുന്ന ഓരോ കുട്ടികളും പലതരം പ്രത്യേകതരം ചാത്തന്മാരുടെ മക്കളാണല്ലോ ഇതൊക്കെ. അപ്പൊ ആ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടികളുടെ ഉള്ളിലെയും ശക്തികൾ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഒരു പയ്യനെ കണ്ടോ, അവന്റെ ശരീരം മുഴുവനായിട്ട് പച്ച നിറമായി മാറുകയാണ്. ഇവ മറ്റേ പുട്ടാറുവിന്റെ പേരക്കുട്ടി ആയിരിക്കോ? ചിലപ്പോ ആകാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ എങ്ങാനും ലുട്ടാപ്പിയായിട്ട് ഉണ്ടാവുമോ? എന്തായാലും കൂട്ടത്തിൽ മറ്റൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ ശരീരം മുഴുവനായിട്ട് ഒരു പുക പോലെയായി മാറിയിട്ട് അവളൊരു യക്ഷിയായി മാറുകയാണ്. അതായത് ഏതോ ഒരു യക്ഷിയുടെ മകളാ തോന്നുന്നു. പിന്നെ വേറൊരു പയ്യന്റെ മുഖം ഒരു പംകിൻ പോലെ ആകുകയാണ്. അതായത് പഴയ ചില കഥകളിലൊക്കെ പംകിൻ തലയുള്ള ചില ഭൂതങ്ങൾ
ഭൂതങ്ങളെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഏതെങ്കിലും ഭൂതത്തിന്റെ മകനായിരിക്കണം. പിന്നെ വേറൊരു പയ്യൻ അവന്റെ തല അവൻ തന്നെ കയ്യിൽ ഊരിയെടുക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം വോൾഫിയെ കാണിക്കുകയാണ്. അവന്റെ മുഖം മുഴുവനായിട്ടും രോമം നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവന്റെ അച്ഛനും അമ്മയും വെയർവോൾഫ് ആണല്ലോ, അതായത് മനുഷ്യ ചെന്നായാണല്ലോ. അപ്പൊ അവരുടെ അതേ ആ ഒരു ടാലന്റ് ഇവനിലേക്കും വരികയാണ്. ഒരു കുട്ടി മനുഷ്യ ചെന്നായി ആയിട്ട് അവൻ മാറുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ഒരു മെലിഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, ജൊഹാന്, അവൾക്ക് 2 ചിറകുകൾ മുളക്കുന്നുണ്ട്. പതിയെ പതിയെ അവൾ മുകളിലേക്ക് അങ്ങനെ പൊന്തിപ്പോവാണ്. അതായത് ഫെയറി ടെയിൽ കുടുംബത്തിൽപ്പെട്ട ആളാണ് ജൊഹാന്. പിന്നെ നമ്മുടെ വ്ലാഡ്, അവന്റെ മുടിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ബേക്കിലേക്ക് ആവുകയാണ്. മാത്രമല്ല 2 പല്ലുകൾ 2 സൈഡിലായിട്ട് മുളച്ചു വരുന്നുണ്ട്. അവന്റെ ആ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് തന്നെ മാറുകയാണ് കേട്ടോ. അതായത് അവനൊരു വാമ്പയർ ആണല്ലോ. അങ്ങനെ ഓരോ കുട്ടികളും ശരിക്കും അവരാരാണോ ആ രീതിയിലേക്കായി മാറുകയാണ്. ഇതെല്ലാം കണ്ട് അവിടെ ഇരുന്ന് അവരുടെ പാരന്റ്സിന് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ഇവിടെ മുതലാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. ഒരു ഫെയറി ടെയിൽ ആയിട്ട് 2 ചിറകുകൾ വന്ന ജൊഹാൻ ഉണ്ടല്ലോ, അവൾ അങ്ങനെ മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് നോക്കിയപ്പോൾ അവൾക്ക് പേടിയാവാണ്. അവൾക്ക് ഹൈറ്റ് പേടിയാണ്. അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ താഴേക്ക് വീഴാണ്. അതുപോലെ തന്നെ വോൾഫി, അവന്റെ ദേഹത്ത് ഇപ്പൊ ഒരുപാട് രോമങ്ങൾ മുളച്ചല്ലോ. അവനാണെങ്കിൽ ഈ രോമത്തിന്റെ അലർജി നന്നായിട്ടുണ്ട്. അവൻ കിടന്ന് ഇപ്പൊ ഭയങ്കരമായിട്ട് തുമ്മാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ കണ്ട് പിള്ളേര് ഭയങ്കര ചിരി. ഇതിനിടയിൽ താഴേക്ക് വീണ ജൊഹാൻ ഉണ്ടല്ലോ, അവളുടെ വായിൽ നിന്നും ചോര വന്നപ്പോ ആ ചോര കണ്ട് വ്ലാഡ് ഞെട്ടിപ്പോണ്. അയ്യോ അമ്മേ ചോര, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ തന്നെ വ്ലാഡിന്റെ ബോധം പോവാണ്. അതായത് ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഇവര് 3 പേരും ഭയങ്കരമായിട്ട് വഷളാവാണ്, വ്ലാഡും വോൾഫിയും ജൊഹാനും. ഇപ്പൊ അന്നത്തെ ആ ഒരു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് വ്ലാഡ് അച്ഛനായിട്ടുള്ള ബെർനാസിനോട് പറയണ, അച്ഛാ ഞാനൊരു വെയർവോൾഫ് ഒന്നും അല്ല അച്ഛാ, എനിക്ക് ചോര കണ്ട പേടിയാ, അതുപോലെ ഛർദ്ദിക്കാനും വരുന്നുണ്ട്. എന്തായാലും എനിക്ക് ഇവിടെ താമസിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ ബെർനാസ് പറയാണ്, മോനെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഒരു കോൺഫിഡൻസ് മനസ്സിൽ കൊണ്ടുപോവാ, ഇതൊക്കെ സമയമെടുത്ത് ശരിയാക്കി എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ വോൾഫി, അവനിപ്പോഴും ഭയങ്കര തുമ്മലാണ് കേട്ടോ. അപ്പൊ അവന്റെ അച്ഛനും അമ്മയും ഒരു ഡോക്ടറെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മൃഗങ്ങളുടെ രോമം അവന് ഭയങ്കര അലർജിയാ. അപ്പൊ പരമാവധി മൃഗങ്ങളുടെ അടുത്തേക്ക് പോകാൻ പാടില്ല, രോമത്തിന്റെ അലർജി ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മരുന്നെല്ലാം കൊടുത്ത് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വോൾഫിയുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. കാരണം അവര് തന്നെ മൃഗങ്ങളാണ്, അതായത് വെയർവോൾഫുകളാണല്ലോ. ഈ രോമം അലർജിയുള്ള എന്റെ മോൻ എങ്ങനെയാണ് ഒരു വെയർവോൾഫായിട്ട് മാറുക? ആ കാര്യം ആലോചിച്ച് വോൾഫിയുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ വരികയാണ്. പിന്നെ നമ്മുടെ ജൊഹാന്റെ കാര്യം, അവളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം കേട്ടോ. അതായത് അവൾ മുകളിലേക്ക് അങ്ങനെ പറന്നു പോയ സമയത്ത് ചില ആൾക്കാരൊക്കെ വീഡിയോ എടുത്തായിരുന്നു. എന്നാൽ മുകളിലെത്തി ഹൈറ്റ് ആയപ്പോൾ അവൾക്ക് പേടിയായി, അവളുടെ കൺട്രോൾ പോയി, നേരെ മൂക്കും കുത്തി താഴേക്ക് വീഴുകയാണ്. ഇത് കുറെ പേര് വീഡിയോ എടുത്തായിരുന്നു. മാത്രമല്ല ഇത് സോഷ്യൽ മീഡിയയിലിട്ട് എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ ജൊഹാൻ കിടന്ന് കരയാണ് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. രാത്രിയായ സമയത്ത് മേയർ ഉണ്ടല്ലോ, അയാളുടെ വീടിന്റെ മുകളിൽ നിന്നും ഈ ചൂലിന്റെ മുകളിൽ പോകുന്ന എന്തോ ഒരു സാധനത്തിനെ കാണിക്കുകയാണ്. അത് തന്നെ മന്ത്രവാദി. കഥയിലൊക്കെ ഇങ്ങനെയുള്ള സാധനത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചൂലുമായിട്ട് പറന്നു പോകുന്ന മന്ത്രവാദി. അതുപോലൊരു മന്ത്രവാദി മേയറുടെ ആ ഒരു ഓഫീസിൽ നിന്നും മറ്റെങ്ങോട്ടോ പറന്നു പോവാണ്. പിന്നീട് ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. എന്നാൽ മന്ത്രവാദി ആ ചൂല് ലാൻഡ് ചെയ്യുന്നതിൽ എന്തോ ചില പ്രശ്നം വന്നു തോന്നുന്നു, മൂക്കിടിച്ച് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ആ മന്ത്രവാദി വേറെ ആരുമല്ല, മേയറുടെ സെക്രട്ടറി ആയിട്ടുള്ള ജൂലി ഉണ്ടല്ലോ, അവരാണ്. അവളൊരു മന്ത്രവാദിയാണ്. അത്യാവശ്യം മാജിക് ട്രിക്കും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. ഇപ്പൊ അവിടെ നിന്നും മന്ത്രം ചൊല്ലുകയാണ് കേട്ടോ. ഇപ്പൊ അവളുടെ കൈ പതിയെ പതിയെ നീളാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെയായിരുന്നു നമ്മുടെ വ്ലാഡിന്റെ അമ്മയുടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് തന്നെയാണ് ഈ മന്ത്രവാദി വന്നിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ, അവളുടെ കൈ ഇപ്പൊ പതിയെ പതിയെ നീണ്ടു പോകുന്നുണ്ടല്ലോ, അത് ഈ വ്ലാഡിന്റെ മുറിയിലേക്കാണ്. പതിയെ പോയിട്ട് അവന്റെ ടേബിളിൽ ഉണ്ടായിരുന്ന ആ ഒരു കല്ലും എടുത്ത് കൈ അതുപോലെ തന്നെ തിരിച്ച് അവളുടെ അടുത്ത് എത്തുകയാണ്. പിന്നീട് ആ ഒരു ചൂലുമായിട്ട് നേരെ മേയറുടെ ഓഫീസിലേക്ക് തന്നെ പറന്നു പോകുന്നുണ്ട്. എന്നിട്ട് ആ ചുവന്ന കല്ല് അവിടെ ഉണ്ടായിരുന്ന മേയർ ഉണ്ടല്ലോ, മേയർക്ക് കൊടുക്കുകയാണ്. മേയർ ആ ഒരു കല്ല് കയ്യിൽ വാങ്ങിയിട്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ ഇനി നടക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞ് കല്ലിലേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ആ ഒരു കല്ല് അവിടുന്ന് മാഞ്ഞു പോവാണ്. മേയർ ആകെ ഞെട്ടിപ്പോയി. കല്ലെവിടെ പോയി ചോദിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു മന്ത്രവാദി, അതായത് ജൂലിയ, അവളുടെ കണ്ണാടി എടുത്ത് കണ്ണാടിയിലൂടെ നോക്കുന്ന സമയത്ത് എവിടുന്നാണോ ജൂലിയ ആ ഒരു കല്ലെടുത്തത് അങ്ങോട്ടേക്ക് തന്നെ ആ കല്ല് എത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കല്ലിൽ റീകോൾ മാജിക് ഉപയോഗിച്ചിട്ടുണ്ട്. കല്ല് എവിടുന്നാണോ എടുത്തത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ശക്തി ആ കല്ലിനുണ്ട്. ആ കല്ലിന്റെ ഉടമസ്ഥനായിട്ടുള്ള വ്ലാഡ് അത് ആർക്കെങ്കിലും പൂർണ്ണ സമ്മതത്തോടു കൂടി കൊടുത്തിട്ടല്ലാതെ അത് മറ്റൊരാൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറയണം. പക്ഷെ ഈ മേയർക്ക് എന്തിനാണെന്നറിയില്ല ആ ചുവന്ന കല്ല് കിട്ടിയേ മതിയാവുള്ളൂ. ഇപ്പൊ മന്ത്രവാദിയായ ജൂലിയോട് പറയാണ്, ഇനി എന്തെല്ലാം കാണിച്ചിട്ടായാലും ശരി എനിക്കത് കിട്ടിയിരിക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ നമ്മുടെ വ്ലാഡ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അന്ന് ജൊഹാന്റെ കൂടെ അവളുടെ 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നല്ലോ, അവരിപ്പോ ജൊഹാന്റെ വൈറലായ ആ ഒരു കോമാളി വീഡിയോ എടുത്ത് നോക്കി അവളെ കളിയാക്കി ചിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നും അവളെ പുറത്താക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് ഭയങ്കര സങ്കടത്തിൽ ജൊഹാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വ്ലാഡ് ഉണ്ടായിരുന്നു, അവന്റെ ദേഹത്ത് തട്ടി ഒന്ന് ക്ഷമ പോലും പറയാതെയാണ് ജൊഹാൻ പോകുന്നത്. കാരണം അവൾ അത്രയും സങ്കടത്തിലായിരുന്നു. അതുപോലെ അന്ന് വോൾഫിയെ റാഗ് ചെയ്ത ചില സീനിയേഴ്സ് ഉണ്ടല്ലോ, ഇവന്മാര് വേറൊരു പരിപാടി കാണിക്കുകയാണ്. ഈ ടൊമാറ്റോ കെച്ചപ്പ് എല്ലാം മേത്താക്കി ചോര പോലെ ആക്കി നമ്മുടെ വ്ലാഡിന്റെ മുന്നിൽ കിടന്ന് അവന് ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം വ്ലാഡ് അതുകൊണ്ട് അവനിപ്പോ ഛർദ്ദിക്കാൻ വന്ന് ആകെ ഛർദ്ദിച്ച് കുളമാക്കുകയാണ് അവിടെ. ഈ നേരം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലീനർ ഉണ്ടല്ലോ, അന്ന് വ്ലാഡിനോട് ആ ഒരു ഫംഗ്ഷനിലേക്ക് കയറാൻ പറഞ്ഞ അതേ ക്ലീനർ, അയാൾ വന്നിട്ട് സീനിയേഴ്സിനോട് പറയാണ്, എന്തിനാടാ പിള്ളേരെ ബാക്കിയുള്ളവർ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്. ഇപ്പൊ വ്ലാഡിനോട് അവിടുന്ന് പോകാൻ പറയാണ്. എന്തായാലും അതോട് കൂടിയിട്ട് വ്ലാഡ്
വ്ലാഡിനാകെ മടുത്തു. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, ആ ഒരു വാശിയിലാണ് അവനിപ്പോ. അതുകൊണ്ട് അച്ഛനോട് പോലും പറയാതെ അവന്റെ ബാഗ് എടുത്ത് നേരെ പോവാണ് ആ ഒരു കാട്ടിലേക്ക്. കാരണം ആ ഒരു കാട് താണ്ടി വേണ്ടേ അപ്പുറത്തേക്ക് പോകാനായിട്ട്. അവന്റെ ലക്ഷ്യം ആ ഒരു പാലാണ്. എന്നാൽ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ആരും അവന്റെ പിന്നാലെ വരുന്നതായിട്ട് വ്ലാഡിന് ഒരു തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് അവനത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. നേരെ ആ ഒരു പാലത്തിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്തുണ്ട് അവിടെ മറ്റൊരാൾ നിൽക്കുന്നത്. മറ്റാരുമല്ല, ജൊഹാൻ തന്നെ. അവളും ഇതുപോലെ ഇവിടുന്ന് നാട് കടക്കാൻ വന്നതാണ്. ഇപ്പൊ ജൊഹാൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഇവിടെ? ആ സമയത്ത് വ്ലാഡ് പറയണത്, എനിക്ക് ഇവിടെ മടുത്തു, ഞാൻ പോവാ. ഇതേ നേരം തന്നെ വേറെ ആരുടെ ഒരു തുമ്മൽ അവർ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് വോൾഫിയും വന്നിരിക്കുകയാണ്. വോൾഫിക്കും ഇവിടെ മടുത്തു, ഇനി ഇവൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാനും ഇവിടുന്ന് പോവാന്ന് പറയണം. എന്തായാലും ഇവർ മൂന്നുപേരും അവിടെ വെച്ച് ഒരുമിച്ച് രക്ഷപ്പെടാന്ന് തീരുമാനിക്കുകയാണ്. നേരെ അവർ ആ ഒരു പാലത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ആ പാലത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ഭൂതം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. അതിനെ കണ്ടപാട് തന്നെ ഇവർ മൂന്നുപേരും ആദ്യം ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വൃദ്ധൻ അവരോട് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചപ്പോൾ മൂന്നുപേരും പറയണം, ഞങ്ങൾക്ക് ഇവിടെ മടുത്തു, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. എന്നാൽ വേഗം തന്നെ വൃദ്ധൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം അത് തുറന്നു നോക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായി. ഇപ്പൊ ആ ഒരു വൃദ്ധനായ ഭൂതം പറയാണ്, ഒരു കാരണവശാലും ഇവിടെ നിന്ന് നിങ്ങളെ ഞാൻ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഭാവി അത് അവതാളത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകൂല എന്ന് പിള്ളേര് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ വൃദ്ധന്റെ രൂപം അങ്ങോട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ ഒരു വൃദ്ധനൊന്നും അല്ല. ഇയാൾ ശരിക്കും ഒരു രാക്ഷസനായിരുന്നു. ആ രൂപത്തിലേക്ക് ഇയാൾ മാറുകയാണ് കേട്ടോ. കുട്ടികൾ ആകെ പേടിച്ചു പോയി. ഈ നേരത്താണ് മറ്റൊരു ശബ്ദം കേൾക്കുന്നത്. കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല, നീ പിന്നിലേക്ക് പോകുന്നു പറയാണ്. നോക്കുമ്പോൾ ആരാണ്? നേരത്തെ ഇവർ കണ്ട ആ ഒരു ക്ലീനർ ഉണ്ടല്ലോ, അയാൾ തന്നെ. അയാളും ഒരു മന്ത്രവാദിയാണ്. അപ്പൊ ആ ഒരു ക്ലീനർ പറയാണ്, പിള്ളേരെ എന്റെ ബാഗിൽ വന്ന് നിൽക്ക്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയാണ്. എന്തായാലും പിള്ളേര് വേഗം തന്നെ ഇയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഈ ക്ലീനർ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. അടുത്ത സമയം തന്നെ ഈ രാക്ഷസന്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അത് പെൺകുട്ടികളുടേതുപോലെ ആവുകയാണ്. നാണം കൊണ്ട് രാക്ഷസൻ അതിപ്പോ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണ് വാരി ഇയാളുടെ കണ്ണിലേക്ക് ഇട്ട് ഈ ക്ലീനർ വേഗം പിള്ളേരുമായിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. മൂന്ന് പിള്ളേര് നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭക്ഷണവും ചായയും കോഫി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ നേരത്ത് വ്ലാഡ് ഒരു കാര്യം ഇയാളോട് ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങളെക്കുറിച്ച് എന്തോ ഒരു പ്രോഫസി ഈ ഒരു രാക്ഷസൻ ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു, അതെന്താണെന്ന് ചോദിക്കുകയാണ്. ഈ ഒരു ക്ലീനർ പറയണം, അതെനിക്കറിയില്ല, ഞാനൊരു പുസ്തകം തരാം, നിങ്ങൾ ആ പുസ്തകം ഒന്ന് നോക്കുന്നു പറയണം. അങ്ങനെ ആ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ വ്ലാഡും വോൾഫിയും അതുപോലെ തന്നെ ജൊഹാനും മൂന്ന് പേരും കൂടിയിട്ട് ആ പുസ്തകം മുഴുവനായിട്ടും വായിക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു പുസ്തകത്തിനെ കുറിച്ച് ഇവർക്ക് അറിയാൻ പറ്റിയത്. ആ പുസ്തകം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സ്ഥലത്തല്ല, എന്നാൽ അതിൽ ഇതുപോലെയുള്ള പ്രൊഫസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നീട് ഇവിടെ നിന്നും ഇവർ മൂന്നുപേരും അവരുടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ പൂന്തോട്ടത്തിൽ വാടി നിൽക്കുന്ന ഒരു പൂവ് ഇപ്പൊ ജൊഹാൻ കണ്ട സമയത്ത് അവൾ ഒരു മന്ത്രം അതിൽ ഉപയോഗിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ പൂവ് പഴയതുപോലെ ആവുകയാണ്. ഇത് കണ്ടപ്പോൾ അത്ഭുതത്തില് വ്ലാഡ് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതെങ്ങനെയാ ചെയ്തത്? ഈ സമയം ജൊഹാൻ പറയാണ്, ഞങ്ങൾ ഫെയറീസ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കാത്ത അത്രയും ശക്തിയുണ്ട്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവര് പിന്നീട് മൂന്നുപേരും അവരുടേതായ വീട്ടിലേക്ക് പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ മൂന്നുപേരും ഒരു പഴയ ലൈബ്രറിയിലേക്ക് പോവാണ്. കാരണം അവർക്ക് വേണ്ട ആ ഒരു പുസ്തകം അവിടെയാണുള്ളത്. എന്നാൽ ലൈബ്രറിയിലേക്ക് വന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറിയൻ ഒരു ലേഡി, അതൊരു യക്ഷിയായിരുന്നു. എന്തായാലും അതിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവര് മൂന്നുപേരും ലൈബ്രറിയുടെ മറ്റൊരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേകതരം വാതിൽ ഇവർ കാണുന്നുണ്ട്. അതായത് ഇത് താണ്ടി ആരും മുന്നോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒന്ന് അവിടെ ഉണ്ട് എന്നല്ലേ. അങ്ങനെ ഇവർ മൂന്നുപേരും ആ വാതിൽ തുറന്ന് അതിനുള്ളിലേക്ക് പോവാണ്. ഒരു പഴയ കാലത്തെ ഗുഹ പോലെ ഉണ്ടായിരുന്നു അത്. എന്നാൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് വ്യക്തമായ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ വെയർവോൾഫ് ആയിട്ടുള്ള നമ്മുടെ വോൾഫി ഉണ്ടല്ലോ അടിയിൽ ഇങ്ങനെ സ്മെല്ല് ചെയ്തെടുക്കുകയാണ് ഏത് വഴി പോകണമെന്ന്. അങ്ങനെ അവർ പോയി മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്, മറ്റൊരു പഴയ വാതിൽ. എന്നാൽ ആ വാതിലിന് കാവലായിട്ട് ഒരു നായ ഉണ്ടായിരുന്നു. ആ നായയുടെ കണ്ണുകൾ ചുവന്ന നിറത്തിലായിരുന്നു. മിക്കവാറും വല്ല ഒടിയനായിട്ടായിരിക്കും. ഈ സമയത്ത് വോൾഫി പറയാണ്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്റെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, ഞാനിത് അവന് കൊടുത്ത് അവനൊന്ന് മയക്കി വെച്ചോളാം, ഈ നേരം നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോന്ന് പറയണം. അപ്പൊ കറക്റ്റ് ആ ഒരു ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് വ്ലാഡും ജൊഹാനും കൂടെ ആ ഡോറ് തുറന്ന് പതിയെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വലിയൊരു പാതാളക്കുഴിയുടെ മുന്നിലേക്കാണ് ഇവരെത്തുന്നത്. ഈ കുഴി താണ്ടി ഇതിന്റെ അപ്പുറത്തേക്ക് പോയാൽ മാത്രമേ അവർക്ക് ആ ഒരു പുസ്തകം എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഈ കുഴി എങ്ങനെ താണ്ടും? ജഹാനിപ്പോ ചെറിയൊരു കല്ലെടുത്ത് താഴേക്ക് ഇട്ട് നോക്കുകയാണ് കേട്ടോ. എത്ര താഴേക്ക് അത് പോയി എന്ന് പോലും അറിയില്ല. എന്നാൽ പെട്ടെന്ന് അതിനടിയിൽ നിന്ന് കുറേയധികം വവ്വാലുകൾ മുകളിലേക്ക് പറന്നു വരികയാണ്. ഈ സമയത്താണ് ജൊഹാൻ ചോദിക്കുന്നത്, വ്ലാഡെ നീ ഒരു വാമ്പയർ അല്ലേ, അതായത് വവ്വാലുകളെ പോലെയല്ലേ നീ? ഈ വവ്വാലുകൾ അവരുടെ ആ ഒരു കാഴ്ച മനസ്സിലാക്കുന്നത് അവരുടെ ശബ്ദം പുറത്തേക്ക് വിട്ട് അത് എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ടല്ലേ. അപ്പൊ നിനക്കും അതുപോലെ ഒരു കഴിവ് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ വ്ലാഡ് അച്ഛൻ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ശരിയാണ്, അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ടല്ലോ. അവനിപ്പോ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അവന്റെ ആ ഒരു ചെവി ഉണ്ടല്ലോ പ്രത്യേക രീതിയിൽ പിടിച്ചുകൊണ്ട് ആ ശബ്ദം എങ്ങനെ തിരിച്ചു വരുന്നു എന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഈ ഒരു കുഴിയുടെ പല ഭാഗത്തായിട്ടും ഓരോ സാധനങ്ങളുണ്ട്. ശബ്ദം അതിൽ തട്ടി തിരിച്ചു വന്നപ്പോൾ അവനത് മനസ്സിലായി. എന്നാൽ മറ്റാർക്കും അത് കാണാൻ കഴിയൂല. അതായത് ഈ കുഴിയുടെ പല ഭാഗത്തായിട്ട് പല തൂണുകളുണ്ട്. അതിൽ ചവിട്ടി ഇവർക്ക് അപ്പുറത്തേക്ക് കടക്കാം. എന്നാൽ ജൊഹാൻ അത് കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ വ്ലാഡ് അവളോട് പറയാണ്, നീ എന്റെ കൈ പിടിച്ചോ, എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ചാടി വാന്ന് പറയണം. അങ്ങനെ ആദ്യം ഇവർ ആ ഒരു കുഴിയുടെ മുകളിലേക്ക് ചാടുകയാണ് കേട്ടോ. ശരിക്കും ചെന്ന് നിന്നത് അവർക്ക് കാണാൻ കഴിയാത്ത ഒരു തൂണിന്റെ മുകളിലേക്കാണ്. അങ്ങനെ വീണ്ടും
ചാടി അവസാനം അവരതിന്റെ അപ്പുറത്തേക്ക് എത്തി. ഇതേ നേരം തന്നെ വ്ലാഡിന്റെ വീട്ടിൽ അവന്റെ അച്ഛനുണ്ടായിരുന്നു ബെർണാസിന്റെ അടുത്തേക്ക് സെക്രട്ടറി ജൂലിയ വന്നിരിക്കുകയാണ്. വന്ന വാർഡ് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മന്ത്രവും അതുപോലെ ഒരു മാന്ത്രിക പൊടിയും ബെർണാസിന്റെ ദേഹത്തേക്ക് പ്രയോഗിക്കുകയാണ്. അതായത് അവനെ വശീപ്പെടുത്തുകയാണ്. പിന്നീട് ബെർണാസിനോട് പറയുന്നുണ്ട്, നിന്റെ മകൻ വന്നു കഴിഞ്ഞാൽ അവനോട് എങ്ങനെയെങ്കിലും ആ കല്ല് അത് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ നീ പറയണമെന്ന് പറയാം. ശരി എന്ന് പറഞ്ഞിട്ട് ബെർണാസ് തലയാട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ ജൂലിയുടെ ആ ഒരു വശ്യതയിൽ ഇയാൾ പെട്ടുപോയി. ഇതിനുശേഷം ലൈബ്രറിയുടെ ഉള്ളിലേക്ക് പോകുന്ന വ്ലാഡിനെയും ജൊഹാനെയാണ് കാണിക്കുന്നത്. അതായത് അവർ ആ ഒരു വഴി കടന്നുകൊണ്ട് മറ്റൊരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല ഉയരമുള്ള വലിയൊരു ഹാള്. ഒരുപാട് പുസ്തകങ്ങൾ അവിടുത്തെ ഷെൽഫിലുണ്ടായിരുന്നു. ആ ഷെൽഫിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉയരാണ്. ആ ഷെൽഫിന്റെ ഏറ്റവും മുകളിലാണ് ഇവർ തേടി വന്ന ആ ഒരു പുസ്തകം ഉള്ളത്. എന്തായാലും അത് വ്ലാഡിനെ കൊണ്ട് എടുക്കാൻ കഴിയില്ല. എന്നാൽ ജൊഹാൻ എടുക്കാൻ കഴിയും. അവൾക്ക് പറന്നുപോയി അതെടുക്കാം. എന്നാൽ ജൊഹാന് പറക്കാനുള്ള പേടിയാണ്. താഴേക്ക് നോക്കിയാൽ ഹൈറ്റ് ആണ്, അവളുടെ തല കറങ്ങും, കൺട്രോൾ പോകും. ഇപ്പൊ വ്ലാഡ് പറയാണ്, നീ താഴേക്ക് നോക്കണ്ട, കണ്ണടച്ചോ, ഞാൻ പറയുന്നത് പോലെ മുകളിലേക്ക് പോവാ, എന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഞാൻ പറയുമ്പോൾ അതുപോലെ നീ ചെയ്താൽ മതി എന്ന് പറയണം. അങ്ങനെ ആ ഒരു പേടിയിൽ ജൊഹാൻ കണ്ണടക്കുകയാണ്. പതിയെ പതിയെ മുകളിലേക്ക് പറന്നു പോകുന്നുണ്ട്. ഇപ്പോൾ വ്ലാഡും പറഞ്ഞു കൊടുക്കുകയാണ്, ഇടത്തോട്ട് വലത്തോട്ട് മേലോട്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ ഷെൽഫിന്റെ ഏറ്റവും മുകളിലെത്തി. അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് അവൾ നേരെ താഴേക്ക് വരുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ വോൾഫിയെ കാണിക്കുകയാണ്. ആ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് കുറെ നേരം അതിനെ അവിടെ അടക്കി ഇരുത്താൻ പറ്റി. ഇനിയിപ്പോൾ അവസാനം ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിപ്പോ ഇവന് കൊടുക്കണോ വേണോ വേണ്ടയോ? ഒരു ഇച്ചിരി നേരം ആലോചിച്ച് വോൾഫി എന്താ ചെയ്തത്, അത് അവന്റെ വായിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പൊ തന്നെ പട്ടിയുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഇതേ നേരം വാതിലും തുറന്ന് പുസ്തകം എടുക്കാൻ പോയ ജൊഹാനും അതുപോലെ വ്ലാഡും തിരിച്ചു വന്നു. ഇപ്പൊ 3 പേരും അവിടുന്ന് വേഗം ഓടുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് ആ പട്ടിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ഇവരുടെ പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറന്ന് ഇവർ ആ ഒരു ലൈബ്രറിയുടെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം 3 പേരും അവരുടേതായ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ വ്ലാഡ് അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വന്ന പാട് തന്നെ അവന്റെ അച്ഛന്റെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം വന്നതായിട്ട് വ്ലാഡിന് തോന്നുന്നുണ്ട് കേട്ടോ. അവന്റെ അച്ഛൻ ഇപ്പൊ പറയാണ്, നിന്റെ കയ്യിൽ ആ ഒരു ചുവന്ന കല്ലുണ്ടല്ലോ, അതെന്റെ കയ്യിലേക്ക് തന്നേക്ക്, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് പറഞ്ഞ ആ ഒരു മാല അവന്റെ കഴുത്തിൽ നിന്ന് മൂരാൻ നിൽക്കുന്ന സമയത്ത് വ്ലാഡിന് എന്തോ ഒരു പന്തികേട് തോന്നി അച്ഛനെ തള്ളി മാറ്റി അവൻ റൂമിൽ കയറി കഥ കിടക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് റൂമിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് 3 പേരെയും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് ആരും കാണാത്തൊരു ഭാഗത്തേക്ക് പോയിട്ട് ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ ആ ഒരു പുസ്തകം ഉണ്ടല്ലോ, അത് അവർ വായിക്കാൻ തുടങ്ങുകയാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കേട്ട ആ ഒരു കഥയെല്ലാം ആ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ മോൺസ്റ്റേഴ്സും ഈ ജീവികളും മാടനും മറുതിയൊന്നും ഇങ്ങനെയായിരുന്നില്ല. ഭയങ്കര ക്രൂരന്മാരായിരുന്നു. മനുഷ്യരെ കൊല്ലും, ഉപദ്രവിക്കും. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അവർ പതിയെ പതിയെ വന്നതാണ്. എന്നാൽ ആ ഒരു കാര്യം തീരെ ഇഷ്ടപ്പെടാത്ത ഒരാൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവന്റെ പേരാണ് ലൂസിഫർ. എല്ലാ കാര്യങ്ങളെയും പഴയതുപോലെ ആക്കാൻ, അതായത് ഈ നടന്ന സംഭവങ്ങളൊക്കെ റിവേഴ്സ് ചെയ്യാനായിട്ട് ലൂസിഫറിന് വലിയൊരു പദ്ധതിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതിനൊരു വഴിയും അവൻ കണ്ടുപിടിച്ചു. എന്നാൽ ഇതിനുശേഷമുള്ള അടുത്ത പേജ് ആരോ കീറിക്കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ലൂസിഫറിന്റെ പദ്ധതി എന്ന് ഇവർക്ക് 3 പേർക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു പുസ്തകവുമായിട്ട് 3 പേരും തിരിച്ചു പോവാണ്. വ്ലാഡ് വീട്ടിലേക്ക് വന്ന് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ അവന്റെ മൈൻഡിൽ ഒരു ചിന്തയാണ്. അതായത് എന്തായിരിക്കും ലൂസിഫറിന്റെ പദ്ധതി? കാലത്തിനെ പിന്നിലേക്ക് കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്യലാണ് അവന്റെ ആ ഒരു പദ്ധതിയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്. എന്നാൽ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു കാര്യം നമ്മുടെ വ്ലാഡിന്റെ മൈൻഡിലേക്ക് വരികയാണ്. അവൻ ആദ്യമായിട്ട് ഈ ഒരു നഗരത്തിലേക്ക് വന്നപ്പോൾ അവന്റെ കാറിന്റെ ഓപ്പോസിറ്റിൽ ഒരു സൈക്കിൾ വന്നായിരുന്നല്ലോ. അവന്റെ കല്ല് ആ നേരം തിളങ്ങി. പെട്ടെന്ന് ആ സൈക്കിൾ പുതിയതിൽ നിന്നും പഴയ മോഡലായിട്ട് മാറി. അതുപോലെ തന്നെ അപ്പ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു പോലീസുകാരൻ, അയാളുടെ തൊപ്പിയും ഇതുപോലെ പുതിയതിൽ നിന്നും പഴയതുപോലെയായി. ഇപ്പൊ ചില കാര്യങ്ങൾ മനസ്സിലായ വ്ലാഡ് വേഗം തന്നെ അവന്റെ കൂട്ടുകാരായിട്ടുള്ള വോൾഫിയും ജൊഹാനെയും വിളിച്ചു വരുതാണ്. എന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയണം. അതായത് ലൂസിഫറിന്റെ ശരിക്കുള്ള പദ്ധതി ദാ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു കല്ല് കണ്ടോ, ഇതുപോലെയുള്ള ഈ കല്ല് ഉപയോഗിച്ച് ടൈമിനെ റിവേഴ്സ് ചെയ്ത് എല്ലാവരെയും പഴയതുപോലെ തന്നെ മോൺസ്റ്റർ ആക്കാനാണ്. എന്നാൽ ആ കല്ല് കണ്ട സമയത്ത് ജൊഹാൻ പറയാണ്, ഇതുപോലൊരു കല്ല് ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ചെറുതൊന്നുമല്ല, വലിയ കല്ലാണ്. അത് എവിടെയാണെന്നറിയോ? നമ്മുടെ മേയർ ഉണ്ടല്ലോ, മേയറിന്റെ ഓഫീസിന്റെ ഏറ്റവും മുകളിൽ. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാന്ന് വ്ലാഡ് പറയാണ്. 3 പേരും നേരെ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ മേയറിന്റെ ഓഫീസിലേക്ക് കയറുക അത്ര എളുപ്പമായിരുന്നില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, കുറെ CCTV ക്യാമറ ഉണ്ട്. ഇതെല്ലാം താണ്ടി വേണം അതിന്റെ മുകളിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ വ്ലാഡ് പറയാണ്, ഞാനൊരു വാമ്പയർ ആണ്, എനിക്ക് സൂപ്പർ സ്പീഡ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോവാം. നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഇയാളുടെ ശ്രദ്ധ ഒന്ന് മാറ്റണം എന്ന് പറയാണ്. ഇപ്പൊ വോൾഫിയും ജൊഹാനും നേരെ ചെന്നിട്ട് ആ സെക്യൂരിറ്റിയോട് സംസാരിക്കുകയാണ്. ഇതേ നേരം അവരുടെ പിന്നാലെ പതിയെ വന്ന വ്ലാഡ് ഒരൊറ്റ സ്പീഡിൽ പോകാണ് കേട്ടോ. സെക്യൂരിറ്റിക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ഇതേ നേരം തന്നെ ഓഫീസിന്റെ ഉള്ളിലുണ്ടായിരുന്ന മന്ത്രവാദി, അതായത് സെക്രട്ടറി ജൂലിയ, അവൾ കമ്പ്യൂട്ടറിൽ എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവളുടെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് വ്ലാഡ് നേരെ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നുണ്ട്. പോയി നോക്കുമ്പോൾ നമ്മുടെ ജൊഹാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല തിളക്കമുള്ള ഒരു ചുവന്ന കല്ല്, വലിയ കല്ല് കാണുകയാണ്. എന്നാൽ ജൊഹാൻ അതിന്റെ അടുത്തേക്ക് പോകും തോറും അതിന്റെ ആ ഒരു തിളക്കത്തിന്റെ തീവ്രത കൂടി വന്ന് അതിനുള്ളിൽ നിന്നും വല്ലാത്തൊരു പ്രകാശം തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല വ്ലാഡിന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു കല്ല് അതിപ്പോ ആ വലിയ കല്ലിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഈ സമയത്ത് അവിടെ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. ആദ്യം തന്നെ അവന്റെ ബാഗ് അത് പുതിയതായിരുന്നു, അത് പഴയ ഒരു മോഡലിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ ഓഫീസിന്റെ ഉള്ളിലിരിക്കുന്നുണ്ടായിരുന്ന സെക്രട്ടറി ജൂലിയ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കമ്പ്യൂട്ടർ അത് പഴയ കാലത്തെ ടൈപ്പ് റൈറ്റർ ആയി മാറുകയാണ്. അപ്പൊ തന്നെ ജൂലിയക്ക് മനസ്സിലായി ആ കല്ലിന്റെ ശക്തി
വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മുകളിലുള്ള വ്ലാഡിന് മനസ്സിലായി ഇവിടെ എന്തോ പന്തികേടുണ്ട്. അതുകൊണ്ട് അവൻ ബലമായിട്ട് തന്നെ ആ ഒരു കല്ല് അവന്റെ കയ്യിലേക്ക് അങ്ങനെ പിടിച്ചു വെച്ച് വലിച്ച് താഴേക്ക് ഓടുകയാണ്. മാത്രമല്ല വോൾഫിയും ജൊഹാനെയും വിളിച്ച് മറ്റധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് അവർ പോകുന്നുണ്ട്. ഇപ്പൊ വ്ലാഡിന്റെ ബാഗിൽ ആ ഒരു പഴയ പുസ്തകം ഉണ്ടായിരുന്നല്ലോ, അത് ആ ഒരു കല്ലിന്റെ ശക്തി കൊണ്ട് പഴയതായി മാറിയിട്ടുണ്ട്. പഴയ ആ ഒരു പുസ്തകത്തിൽ ആ പേജ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് വായിക്കാൻ കഴിയാത്ത ആ ഒരു പേജ് ഇവർ വായിച്ചു നോക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും എഴുതി വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചുവന്ന വലിയ കല്ലുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം നഷ്ടമായിട്ടുണ്ട്. അതാണ് ഇപ്പൊ വ്ലാഡിന്റെ കയ്യിലുള്ളത്. ആ ചെറിയ കഷ്ണം കല്ല് ആ വലിയ കല്ലുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ വരുന്ന സൂര്യഗ്രഹണത്തിന്റെ അന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ തരം മോൺസ്റ്റേഴ്സും അവർ പഴയതുപോലെ ആവും, അഗ്രസീവ് ആകും, ബ്രൂട്ടൽ ആകും. ഈ നേരം വോൾഫി അവന്റെ ഫോൺ എടുത്ത് ഇനി എന്നാണ് ആ ഒരു ഗ്രഹണം എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 2 ദിവസം കൂടെ അതിന് ബാക്കിയുള്ളൂ. ഇതേ നേരം മറ്റൊരു ഭാഗത്ത് മേയർ ഇപ്പോ നമ്മുടെ ബെർണാസിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നോട് 2 ദിവസമാണ് സമയം പറഞ്ഞത്, അതെല്ലാം ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും ഞാൻ നിനക്ക് ചെറിയൊരു അവസരം കൂടെ തരികയാണ്. മര്യാദക്ക് ആ ഒരു കല്ല് എന്റെ അരികിലേക്ക് എത്തിക്കണമെന്ന് മേയർ പറയുന്നുണ്ട്. ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കാമല്ലോ, അതായത് ഈ മോൺസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ആ ലൂസിഫർ അത് മറ്റാരുമല്ല ഈ മേയർ തന്നെ. ഇതിനുശേഷം വ്ലാഡിനെയും വോൾഫിയും ജൊഹാനെയും കാണിക്കുകയാണ്. വ്ലാഡ് ഇപ്പോ വോൾഫിയോടും ജൊഹാനോടും പറയാണ്, അതായത് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ കല്ലുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പരമാവധി ദൂരത്തേക്ക് പോവുകയാണ്. അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും പഴയതുപോലെ മോൺസ്റ്റേഴ്സ് ആയി മാറും. ഇതേ നേരം വീണ്ടും മേയറെ കാണിക്കുകയാണ്. അയാളും സെക്രട്ടറി ജൂലിയും കൂടെ ആ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് പോയിട്ടുണ്ട്. ജൂലി അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. അതായത് ആ ചെറിയ കല്ല് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അതിന്റെ ആ ഒരു പ്രസൻസ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എവിടെയായിരിക്കും ആ ഒരു കല്ല് എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു മാന്ത്രിക കണ്ണാടി എടുത്ത് നോക്കുന്ന സമയത്ത് ഈ 3 പിള്ളേരുണ്ടല്ലോ, വ്ലാഡും വോൾഫിയും ജൊഹാനും, ഇവര് 3 പേരും ആ കാട്ടിലൂടെ നടന്നു പോകുന്നത് ഈ കണ്ണാടിയിലൂടെ ജൂലിയെ കാണുകയാണ്. ഇതിനുശേഷം കാട്ടിലൂടെ നടന്നു പോകുന്ന വ്ലാഡിനെയും വോൾഫിയും ജൊഹാനെയും കാണിക്കുകയാണ്. അങ്ങനെ അവർ നടന്നുപോയി ആ ഒരു പാലത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ വ്ലാഡ് പറയാണ്, ഇനിയത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. എത്രയും ദൂരത്തേക്ക് പോകാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് ഞാൻ ഈ കല്ലുമായിട്ട് പോവുകയാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് ആ പാലം താണ്ടി അവൻ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് പാലത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ആ രാക്ഷസൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതായത് ആ ഒരു വൃദ്ധൻ തന്നെ വന്നപാട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ വ്ലാഡ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാണ്. ഇതുപോലൊരു പ്രശ്നമുണ്ട്, ആ ചെറിയ കല്ല് എന്റെ കയ്യിലാണ്. ഇതെങ്ങാനും ലൂസിഫറിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പഴയതുപോലെ മോൺസ്റ്റേഴ്സ് ആയിട്ട് മാറും. ഇപ്പൊ ആ ഒരു രാക്ഷസനുണ്ടല്ലോ കാവൽക്കാരൻ, അയാളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം തുറന്നു നോക്കി ഈ കാര്യങ്ങളെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ആ ഒരു രാക്ഷസൻ തന്നെ പറയുന്നുണ്ട്, ശരിയാണ്, നീ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നീ ഇവിടുന്ന് പോകുന്നതാണ്. പക്ഷേ വേറൊരു കാര്യം, ഈ പാലം താണ്ടി നീ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല. ഇത് പറഞ്ഞ പാലത്തിന്റെ കാവൽക്കാരൻ ആ രാക്ഷസൻ അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ്. എന്നാൽ അത് വലിയ കാര്യമായിട്ട് വ്ലാഡ് എടുക്കുന്നില്ല. കാരണം അവന് നഷ്ടമാകുന്ന കൂട്ടുകാരെയോ അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളോ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രധാന കാര്യം. ഇവിടെ നടക്കാതിരിക്കുന്ന ആ ഒരു വലിയ ദുരന്തത്തെ ഇല്ലാതാക്കലാണ്. അപ്പൊ രണ്ടും കൽപ്പിച്ച് അവൻ ആ ഒരു പാലം കടന്ന് അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് വോൾഫിയുടെയും ജൊഹാന്റെയും കരച്ചിൽ കേൾക്കാം. തിരിഞ്ഞു നോക്കിയ സമയത്ത് ലൂസിഫർ, അതായത് മേയർ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അയാളുടെ ആ ഒരു മാന്ത്രിക ശക്തിയിൽ 2 പേരെയും അവിടെ വീഴ്ത്തിയിരിക്കുകയാണ്. അതിന്റെ ആ ഒരു വേദനയിലാണ് വോൾഫിയും ജൊഹാനും കരഞ്ഞത്. ഇത് കണ്ടപ്പോൾ ആ പാലം വിട്ട് അതിന്റെ മറുഭാഗത്തേക്ക് പോവാതെ വ്ലാഡ് തിരിച്ചു വരികയാണ്. പിന്നീട് ജൊഹാനെ മാത്രം പിടിച്ച് ലൂസിഫർ പറയാണ്, ഗ്രഹണം നടക്കാനായിട്ട് ഇനി അധിക നേരമില്ല, എത്രയും പെട്ടെന്ന് ആ കല്ലുമായിട്ട് നീ എന്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൊഹാനെ ജീവനോടെ നിനക്ക് കിട്ടും. ഇത് പറഞ്ഞ ഒരു പ്രത്യേകതരം പോർട്ടൽ ഉണ്ടാക്കി അവിടെ നിന്ന് ലൂസിഫർ ഇപ്പൊ ജൊഹാനെയും കൊണ്ട് മറഞ്ഞു പോവാണ്. അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ വ്ലാഡും വോൾഫിയും പോകുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് വ്ലാഡിന്റെ അച്ഛൻ ബെർണാസ് അവനെ കാണാത്തത് കൊണ്ട് തന്നെ അവനെ തേടി ഇറങ്ങുകയാണ്. എന്നാൽ ഒരു കാരണവശാലും ബെർണാസ് അവനെ തേടി പോവാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ആര് വരുന്നുണ്ട്, സെക്രട്ടറി ജൂലി വരികയാണ്. എന്നിട്ട് ബെർണാസിന്റെ ദേഹത്ത് വീണ്ടും ഒരു മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ വീട് വിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ. ഇതേ സമയത്ത് തന്നെ ആ നഗരത്തിലുള്ള എല്ലാ ആൾക്കാരും ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് ആ ഒരു ഗ്രഹണം നേരിട്ട് കാണാനായിട്ട് അതിനായിട്ടുള്ള സ്പെഷ്യൽ കണ്ണാടികൾ വരെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതേ നേരം ഇതിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ വ്ലാഡും വോൾഫിയും കൂടെ നേരെ പോകുന്നത് മേയറുടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതിലേക്കാണ്. അതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ഇവർ വരുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ മേയർ ശരിക്കും അയാളുടെ ആ ഒരു ലൂസിഫർ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. കൊമ്പെല്ലാം മുളച്ച് ഒരു പ്രത്യേകതരം രൂപത്തിലേക്ക്. ഇപ്പൊ അയാളുടെ ആ ഒരു മാന്ത്രിക വടി വെച്ച് ഇവരുടെ മുന്നിൽ വെച്ച് ജൊഹാനെ വീണ്ടും വേദനിപ്പിക്കുകയാണ്. പിന്നീട് അവനോട് ആ ഒരു കല്ല് കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ നമ്മുടെ വ്ലാഡ് പറയണേ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഈ കല്ല് അങ്ങോട്ടേക്ക് ഇടുന്ന സമയത്ത് ജൊഹാനെ നിങ്ങൾ വിടണമെന്ന് പറയാണ്. ആയിക്കോട്ടെ എന്ന് ലൂസിഫർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വ്ലാഡ് കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക കല്ല് ഇയാൾക്ക് നേരെ എറിഞ്ഞു കൊടുക്കുമ്പോൾ ജൊഹാനെ ആ ലൂസിഫർ വിടുകയാണ്. ഇപ്പൊ അയാളുടെ കയ്യിൽ ആ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞു. പുറത്തേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കിയ സമയത്ത് സൂര്യഗ്രഹണം അത് ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ആ നഗരത്തിലുണ്ടായിരുന്ന എല്ലാവരും സൂര്യഗ്രഹണം കാണാനായിട്ട് അവിടെ തടിച്ചുകൂടി അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഗ്രഹണം പൂർണ്ണമായിട്ടും സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇത് കണ്ട് ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നുകയാണ്. കാരണം എത്രയോ വർഷങ്ങൾ കൂടുമ്പോഴാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുക. എന്നാൽ ഇത് കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലൂസിഫറാണ്. കാരണം അവന്റെ എത്രയോ നാളത്തെ സ്വപ്നം ഇപ്പോ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടും ഗ്രഹണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ തിളങ്ങുന്ന കല്ലിലേക്ക് ആ കുഞ്ഞു കല്ല് അവൻ കൊണ്ടുപോയി വെക്കുകയാണ്. അതായത് ആ ഒരു കല്ലിന്റെ ശക്തി അത് പൂർണ്ണമായിട്ടും വരാൻ പോവുകയാണ്. ഈ നേരം ലൂസിഫർ അട്ടഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഇനി എന്നെ തോൽപ്പിക്കാനായിട്ട്
ആരുമില്ല. ഇപ്പൊ അവിടെ ആകെ ചെറുതായിട്ട് ഒരു അന്ധകാരം അങ്ങനെ മൂടി വരികയാണ്. ഇതെന്താണെന്ന് അറിയാതെ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരും നേരെ നോക്കുന്നത് മേയറുടെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. കാരണം അതിന്റെ മുകളിൽ നിന്നും വല്ലാത്തൊരു തിളക്കം വരുന്നുണ്ട്. മേയർ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഇനി നടക്കാൻ പോവുകയാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചെറിയ ആ ഒരു കഷ്ണം കല്ലുണ്ടല്ലോ അത് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നത്. ലൂസിഫർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവന്റെ പദ്ധതി മുഴുവനായിട്ടും ഇവിടെ വെച്ച് കൊളാവുകയാണ്. മാത്രമല്ല അവിടെ നിന്ന് മാഞ്ഞു പോയ ആ ഒരു കല്ലെത്തുന്നത് നമ്മുടെ പിള്ളേരെ പല തവണയായിട്ട് രക്ഷപ്പെടുത്തിയ ആ ഒരു ക്ലീനർ ഉണ്ടല്ലോ അയാളുടെ റൂമിലേക്കാണ്. ഇതെങ്ങനെയാണ് അയാളുടെ റൂമിലേക്ക് എത്തിയത്? അതിന് കാരണം വ്ലാഡ് തന്നെയാണ്. അതായത് വ്ലാഡ് പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ല ആ കല്ല് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കപ്പെടുന്ന ആ ഒരു മന്ത്രം അത് അതിന്റെ മേലെ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. സോ വ്ലാഡ് ആഗ്രഹിച്ചത് ആ കല്ല് പോവേണ്ടത് ക്ലീൻ ചെയ്യുന്ന ആ ആളുണ്ടല്ലോ അയാളുടെ അരികിലേക്കാണ്. അയാളും നല്ലൊരു മന്ത്രവാദിയാണ്. എന്നാൽ ചതി മനസ്സിലായ ലൂസിഫറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പൊ തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വടിയിലെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നമ്മുടെ വ്ലാഡിനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ജൊഹാൻ ഇപ്പോ നമ്മുടെ വോൾഫിയോട് പറയാണ്, നമ്മളിപ്പോ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് വോൾഫി നിന്നെ കൊണ്ട് മാത്രമായി കഴിയുള്ളൂ, നീ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വെയർവോൾഫായിട്ട് മാറ്, ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു പറയാണ്. ഈ നേരം ലൂസിഫർ വായ അടക്കടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൊഹാനെ ആ ടവറിന്റെ മുകളിൽ നിന്ന് തള്ളി താഴേക്കിടുകയാണ് ഇയാളുടെ ശക്തി ഉപയോഗിച്ച്. ഇത് കണ്ടതോട് കൂടിയിട്ട് വോൾഫിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതായത് പതിയെ പതിയെ അവനൊരു മോൺസ്റ്ററായി മാറാൻ നിൽക്കുകയാണ്. എന്നാൽ അത് കണ്ട് ലൂസിഫറിന് വലിയ പേടിയൊന്നും തോന്നില്ല കേട്ടോ. ചീള് ചെക്കൻ ഇവനൊരു മോൺസ്റ്ററായി മാറിയാൽ തന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ അയാൾ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് വോൾഫി പതിയെ പതിയെ അവന്റെ ആ ഒരു ശരീരം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കുട്ടി വെയർവോൾഫ് ആയിരുന്ന അവനിപ്പോ പതിയെ പതിയെ വലുതാകാൻ തുടങ്ങി. അവന്റെ രൂപമൊക്കെ കണ്ട് ഇപ്പൊ ഈ ഒരു ലൂസിഫറിന് തന്നെ പേടിയാവാണ്. ഇതെന്ത് സാധനം ഇത്? ഒറ്റയടിക്ക് ഈ സാധനം വലുതായോ? ഈ നേരം വോൾഫി വന്നിട്ട് ഇയാളുടെ കയ്യിൽ ആ ഒരു മാന്ത്രിക കോലെടുത്ത് ഒരേറ്റ ഏറാണ്. മാത്രമല്ല അയാൾക്കിട്ട് ഒരു അടിയും കൊടുക്കുന്നുണ്ട്. ശിവനെ എന്ന് പറഞ്ഞിട്ട് ഈ ലൂസിഫർ ഒരു ഭാഗത്തേക്ക് തെറിച്ചു പോയി വീഴാണ്. എന്നാൽ ഈ ടവറിന്റെ മുകളിൽ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വ്ലാഡിന്റെ അച്ഛൻ ബെർണാസ് ഒരു ചെറിയൊരു ടെലിസ്കോപ്പ് വെച്ചുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ മന്ത്രവാദി മന്ത്രം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഈ വീട് വിട്ട് പുറത്തേക്ക് പോകാനും കഴിയുന്നില്ല. എന്നാൽ തന്റെ ഇച്ഛാശക്തി അത് വീണ്ടെടുത്ത് ബെർണാസ് ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദി ജൂലിയെ തോൽപ്പിക്കുകയാണ്. അവളെ തൂക്കിയെടുത്ത് ഒരു ഏറ് കൊടുക്കുകയാണ്. ആ ഒരു ഏറിൽ അവൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. സോ ആ മന്ത്രശക്തിയിൽ നിന്നും ഇപ്പോ ബെർണാസ് പുറത്തേക്ക് കടന്നു. ഇതേ നേരം തന്നെ ലൂസിഫറിനെ തൂക്കിയെറിഞ്ഞ വോൾഫി ആ ഒരു ബീസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു രോമം കൊണ്ട് അവൻ അലർജി വരാൻ തുടങ്ങി, തുമ്മാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വോൾഫി പഴയ കോലത്തിലേക്ക് മാറുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ലൂസിഫർ പറയണ, ഓ നീ ഇത്രയേ ഉള്ളൂ അല്ലേ? ഇതേ നേരം തന്നെ മറ്റൊരാൾ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരുമല്ല, നമ്മുടെ ജൊഹാൻ. അവളെ ലൂസിഫർ നേരത്തെ താഴേക്കെടുത്ത് എറിഞ്ഞായിരുന്നല്ലോ. ആ നേരത്ത് അവളുടെ ഭയമൊക്കെ മാറിയിരുന്നു. ഇപ്പൊ അവൾക്ക് എത്ര ഉയരത്തിലേക്ക് വേണമെങ്കിലും പറക്കാം. അതിനുള്ള ധൈര്യം ജൊഹാനുണ്ട്. ഇപ്പൊ ജൊഹാൻ ആ ഒരു ടവറിന്റെ മുകളിലേക്ക് പറന്നു വന്നിരിക്കുകയാണ്. മാത്രമല്ല നേരത്തെ അടി കൊണ്ട് നിലത്ത് വീണ് ബോധം പോയ വ്ലാഡിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ ദേഹത്ത് അവളുടെ ആ ഒരു മാജിക്കൽ പവർ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ആ ഒരു എനർജി വന്ന സമയത്ത് വ്ലാഡ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. ആ നേരം അവന്റെ ചുണ്ടിലായിട്ട് ഒരു ഇച്ചിരി ചോരയുണ്ടായിരുന്നു. നാവ് കൊണ്ട് ആ രക്തം അവൻ നക്കിയെടുക്കുകയാണ്. അതേ നേരം തന്നെ അവൻ പൂർണ്ണമായിട്ടും ഒരു വാമ്പയർ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ രക്തം കണ്ടാൽ അവന് പ്രശ്നമില്ല, ആ രക്തം അവന് കുടിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ജൊഹാനെ കണ്ട് പ്രാന്ത് പിടിച്ച ലൂസിഫർ അയാളുടെ ആ ഒരു മാന്ത്രിക വടി ഉപയോഗിച്ച് അതിൽ ആ ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് ഉപയോഗിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ വ്ലാഡ് അവന്റെ ആ ഒരു സൂപ്പർ സ്പീഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് ജൊഹാനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് നേരെ അവൻ ആ ഒരു ചുവന്ന കല്ലുണ്ടല്ലോ അതിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഈ ലൂസിഫറിനോട് പറയണത്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് നേരെ ഉപയോഗിക്കടാ നിന്റെ ശക്തി, കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ലൂസിഫർ ഇപ്പൊ അയാളുടെ ആ ഒരു വടി എടുക്കുകയാണ്. ശക്തമായ ഒരു മന്ത്രം ചൊല്ലി അത് ഏറ്റാൽ നശിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു എനർജി ഇപ്പൊ വ്ലാഡിന് നേരെ അയക്കാണ്. എന്നാൽ വ്ലാഡ് അവന്റെ ആ ഒരു സൂപ്പർ സ്പീഡ് ഉപയോഗിച്ച് അപ്പൊ തന്നെ അവിടുന്ന് മാറുകയാണ്. അതുകൊണ്ട് ലൂസിഫർ അയച്ച ആ ഒരു എനർജി പോയി തട്ടുന്നത് ആ ചുവന്ന കല്ലിലാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കല്ല് ആ ഒരു എനർജിയെ പുറത്തേക്ക് വിടുകയാണ്. അത് നേരെ വന്നടിച്ചത് ലൂസിഫറിന്റെ മേത്ത് തന്നെ. അതായിരുന്നു ശരിക്കും വ്ലാഡിന്റെ പദ്ധതി. എന്തായാലും ആ ഒരു ചുവന്ന കല്ല് അത് തിരിച്ചടിക്കുന്ന ജാതി തന്നെ. തിരിച്ച് അടി കിട്ടിയ സമയത്ത് ലൂസിഫറിന്റെ ശരീരം മുഴുവൻ അതുപോലെ കല്ലായി മാറുകയാണ്. പിന്നീട് ആ ഒരു കല്ല് പൊട്ടിത്തെറിയുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ബെർണാസ് അയാളുടെ സൂപ്പർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും തീർന്നായിരുന്നു. മേയറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും 3 പിള്ളേരും കൂടിയിട്ട് ഒരു വലിയ ആപത്തിൽ നിന്നും ഈ ഒരു മാജിക് ലാൻഡിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അതോടെ അതായത് ഈ സംഭവത്തിന് ശേഷം ഇവര് 3 പേരും നല്ല കട്ട ചങ്കുകളാണ്, വ്ലാഡും വോൾഫിയും ജൊഹാനും. അങ്ങനെ പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്താണ് എപ്പോഴും അവരെ ശല്യപ്പെടുത്തുന്ന റാഗിങ് ചെയ്ത ആ വാളി പിള്ളേര് വരുന്നത് കേട്ടോ. എന്നാൽ ആ സമയത്ത് വളരെ ട്രിക്കി ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇവരോട് 3 പേരുടെ ആയിട്ട് വ്ലാഡും ജൊഹാനും കൂടെ പറയുന്നുണ്ട് കേട്ടോ. സോ ആ കാര്യം അവരുടെ ഇടയിൽ കിട്ടുകൊടുത്തപ്പോൾ അവര് 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ തുടങ്ങുകയാണ്. അത് നോക്കി ചിരിച്ചുകൊണ്ട് വ്ലാഡും വോൾഫിയും ജൊഹാനും അവിടുന്ന് പോവാണ് കേട്ടോ. എന്തായാലും ഇനി ഇവര് 3 പേരും നല്ല കാട്ട ചങ്കുകളായിരിക്കും. മാത്രമല്ല സിനിമ തീരാൻ നേരത്ത് മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് വ്ലാഡ് അവന്റെ വീട്ടിൽ തന്നെയാണ്. കുളിയെല്ലാം കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ ആ ഒരു ചുവന്ന കല്ലുണ്ടല്ലോ അതിൽ നിന്നും വല്ലാത്തൊരു പ്രകാശം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ പ്രകാശത്തിന്റെ ഉള്ളിൽ നിന്നും അവന്റെ അമ്മയെ അവന് കാണാൻ കഴിഞ്ഞു. അവന്റെ അമ്മയെ കണ്ടപാടിന് വ്ലാഡിന് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എന്നാൽ അവന്റെ അമ്മ അവനോട് പറയുന്നത്, എത്രയും പെട്ടെന്ന് ഈ കല്ലുമായിട്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, കാരണം നിന്നെ പിടിക്കാനായിട്ട് വേട്ടക്കാർ വരുന്നുണ്ട്. ഇത് കേട്ട് വ്ലാഡ് ആകെ പേടിച്ച് ടെൻഷൻ ആവുകയാണ്. ഇവിടെയാണ് സിനിമ തീരുന്നത്. ചിലപ്പോൾ ഇതിന്റെ 2ാം ഭാഗം വരുമായിരിക്കും. വന്നാൽ ആ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.